സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ BR റാങ്ക്ഡ് സോളോ VS കോഡിലെ നോ ഗ്ലൂ വാൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ ഗ്ലൂ വാൾ ഉപയോഗിക്കാതെ BR റാങ്ക്ഡിൽ സോളോ VS കോഡ് കളിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് ഗൈസ് നമ്മളാണെങ്കിൽ സെറ്റിംഗ്സ് പോയിട്ട് ഗ്രനേഡ് സ്ലോട്ട് ഡബിൾ ആക്കും. എന്നിട്ട് ആ ഒരു ഗ്ലൂ വാളിന്റെ ബട്ടൺ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ കൊണ്ടുപോയി ചെറുതാക്കി ട്രാൻസ്പെറൻസി കുറച്ച് വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതാവുമ്പോൾ നമ്മൾ അറിയാതെ പോലും നമ്മൾ ഈ ഒരു ഗ്ലൂ വാൾ യൂസ് ചെയ്യത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാൽ ഗൈസ്, സോളോ VS കോഡ് BR റാങ്ക്ഡിൽ നമുക്ക് ഗ്ലൂ വാൾ ഇല്ലാതെ ഒരു മാച്ച് കളിക്കാൻ പറ്റുമോ നോക്കി നോക്കാം, ബൂയി അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പൊ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സോളോ VS കോഡ് BR റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പതിവ് പോലെ തന്നെ ഗൈസ് പീക്കിലാണ് ഇറങ്ങുന്നത്. സ്കാൻ വാച്ചിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 1-2 എനിമീസ് ഗൈസ് നമ്മുടെ ഒപ്പം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാച്ചിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് വിത്തൗട്ട് ഗ്ലൂ വാൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും യൂസ് ആകത്തില്ല. ഒരൊറ്റ ഗ്ലൂ വാൾ പോലും ഇല്ലാതെ നമുക്ക് ഈ ഒരു സോളോ VS കോഡ് മാച്ച് ബൂയി അടിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കി നോക്കാം. ഓക്കെ, ഇവിടുത്തെ M10 കിട്ടിയിട്ടുണ്ട്, മുമ്പിലൊരു എനിമി. ഓക്കെ ഗൈസ്, ഒരു 1 ടാപ്പ് കൊടുക്കാന് നമ്മുടെ ഈ ഒരു മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് എന്തായാലും ഗൈസ് ഈ ഒരു മാച്ച് കുറച്ചുകൂടി ടഫ് ആക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ചലഞ്ച് കുറച്ചുകൂടി ടഫ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാച്ച് M10 യൂസ് ചെയ്യാം. ഓക്കെ, 1 ടാപ്പ് ഗൺസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ അടുത്തൊരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു എനിമി ഇതേ നമ്മുടെ തൊട്ട് ഫ്രണ്ടില്. ഏതാ ഗൈസ്, ആ ഒരു എനിമിനെ കൂടി ഒരു പെർഫെക്റ്റ് 1 ടാപ്പ് കാര്യങ്ങളൊക്കെ M10 വെച്ച് അടിച്ചിട്ടുണ്ട്. ഈ ഒരു എനിമി ഐ തിങ്ക് വേറെ ഏതൊരു എനിമിനെ ഗൈസ് അടിക്കായിരുന്നു, ഈ ഒരു ഭാഗത്തോട്ട് ഫേസ് ചെയ്ത് നിൽക്കായിരുന്നു. എന്തായാലും നമുക്ക് നോക്കിയോ ഗൈസ് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഒരു എനിമി അവിടെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എനിമിനെ കൂടി ഗൈസ് M10 വെച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ഫുൾ സ്കോഡ് വരുന്നില്ല കേട്ടോ, ഒറ്റ എനിമീസ് ആയിട്ടാണ് ഗൈസ് ഫുള്ള് വരുന്നത്. നമ്മളിത് ഇവിടെ പീക്കിന്ന് ആൾറെഡി 3 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എനിമീസ് ഉണ്ടോ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഗൈസ് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമിനെ ഇത് അത്യാവശ്യം ഡാമേജ് കൊടുത്തെങ്കിലും ആ എനിമി ഗ്ലൂ ആയിട്ട് കവർ എടുത്ത് നമ്മളാണെങ്കിൽ ഇത് ഈ ഒരു സ്കാൻ ചെയ്ത് നോക്കി ഇവിടെ ബാക്കിൽ വേറെ വല്ല എനിമീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്രണ്ടിലുള്ള എനിമിനെ അങ്ങ് കയറി റഷ് ചെയ്ത് അടിക്കാം ഗൈസ്. ഓക്കെ, ഒറ്റൊരു എനിമി ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ AK വെച്ച് ആ എനിമിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ എനിമിയാണെങ്കിൽ ഇത് താഴോട്ട് പോയി. താഴെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് വേറെയും എനിമീസ് ഉണ്ട്. ഇവിടെ 2 പേര് നമ്മുടെ മുമ്പിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഡൗൺ ആണ്. എന്നാലും ആ 2 ഡൗൺ നമ്മൾ പെട്ടെന്ന് തന്നെ AK വെച്ച് അങ്ങ് ഫിനിഷ് ചെയ്ത് 2 കില്ല് നമ്മൾ കുമ്മനടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നേരത്തെ സ്പോട്ട് ചെയ്ത ആ എനിമി നിൽക്കുന്നുണ്ട്. ആ ഒരു എനിമിനാണെങ്കിൽ AK വെച്ച് ട്രാഗ് അടിച്ചോട്ട് കാര്യങ്ങൾ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു മാച്ചിൽ ആൾറെഡി 6 കില്ല് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, പീക്കിൽ തന്നെ 6 കില്ല് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ആയിട്ട് വീണ്ടും പീക്കിലോട്ട് തിരിച്ചു വന്ന ടൈമില് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഗൈസ് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമി നമ്മളെ കണ്ടിട്ടില്ല. എന്തായാലും ആ എനിമിനെ M10 വെച്ച് 1 ടാപ്പ് അടിക്കാൻ നോക്കി. ആ എനിമി ദിമിത്രി കിട്ടെങ്കിലും നമ്മൾ വീണ്ടും ഗൈസ് ആ എനിമിനെ എന്താ പറയുക ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. റിവൈവ് ആവുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ ആ എനിമിനെ അങ്ങ് ഫിനിഷും ചെയ്ത്. എന്തായാലും ഈ ഒരു മാച്ച് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അങ്ങനെ ഗ്ലൂ വാളിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതവിടെ വേറൊരു എനിമി എഗെയിൻ പീക്കിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ എനിമിനെ ആ എനിമിനെയാണ് ഗൈസ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് അടിച്ചിട്ട് ആ എനിമിനെ കേട്ടോ. ആ എനിമി ചാർജ് വെസ്റ്റർ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ എനിമിനെ ഡൗൺ ആക്കി. അതേപോലെ തന്നെ ഗൈസ് നമ്മളിത് വെൻഡിങ് മെഷീൻ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാപ്പ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ എനിമി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു സോളോ സർവൈവർ കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു ആ ഒരു സോളോ സർവൈവറിന് തീർത്തോ അറിയത്തില്ല. എന്തായാലും ഗൈസ് ആ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത പ്ലെയർ നമ്മളെ നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു എനിമിനെ പോയി അടിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഗൈസ്. ഒരുത്തനുള്ളോ അതോ ഇനി സ്കോഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ആ എനിമി കയറി വരുമ്പോൾ ആ എനിമിനെ അങ്ങ് അടിച്ചിടാം. ഓക്കെ, AK വെച്ചത് ഒരു ഫുൾ റെഡ്. ആ എനിമിയുടെ ടീമേറ്റിനെയും ഫുൾ റെഡ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഏതാ എന്തായാലും നമ്മൾ ആ 2 എനിമിനെയും ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഗൈസ് ആ ഒരു സോളോ സെർവർ ആയിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു വീടിന്റെ അവിടെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്, സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ ഈ 2 നോക്കും അങ്ങ് ഫിനിഷ് ചെയ്ത് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് ഗൈസ് ആ ഒരു എനിമിനെ കൂടി ആ ഒരു സോളോ എനിമിനെ കൂടി അടിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം. ആൾറെഡി 10 കില്ല് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എനിമിനെ കൂടി ഗൈസ് നമുക്ക് AK വെച്ച് അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. റെഡ് നമ്പേഴ്സ് അടിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഗൈസ് ആ ഒരു എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പീക്ക് തന്നെ ഗൈസ് നമുക്ക് 11 കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സോണിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നത് ഫ്രണ്ടിലൊരു എനിമി നമ്മളാണെങ്കിൽ നോ ഗ്ലൂ വാൾ ചലഞ്ച് ആണെന്നുള്ള കാര്യമേ മറന്നു ഗൈസ്. ഓപ്പണിൽ നിന്ന് ഫൈറ്റ് എടുത്ത് നല്ല ഡാമേജ് കൊടുത്തെങ്കിലും ആ ഒരു എനിമി നമ്മൾ അടിച്ചിട്ട് ഗൈസ്.
എന്തായാലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു സോളോ VS സ്ക്വാഡ് BR സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയത്. നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഫുൾ എനിമീസ് ഗൈസ്. എക്സമൈറ്റ് വെച്ചത് ഒരുത്തനെ ഡൗൺ ആക്കി. രണ്ടാമത്തെ എനിമിനാണെങ്കിൽ ബേബി ഷോട്ട് ഗൺ വെച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഒരുത്തം കൂടി ഉണ്ട്. അവനെ നമ്മൾ ബേബി ഷോട്ട് ഗൺ വെച്ച് അടിക്കാൻ നോക്കിയെങ്കിലും മിസ്സായി. ഇനിയാണെങ്കിൽ ആമോ അല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സമൈറ്റ് വെച്ച് നമുക്ക് ആ എനിമിനെ അടിക്കേണ്ടി വരും. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് ആ എനിമി ഓപ്പണിൽ വന്നതും ഗൈസ് ആ എനിമിനെ കൂടി എക്സമൈറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഒരു എനിമിയാണെങ്കിൽ ഇത് ടോപ്പിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ആ എനിമിനെ തേടി പിന്നാലെ പോയെങ്കിലും ആ എനിമിനെ കാണാനല്ല, എങ്ങോട്ടോ TP അടിച്ച് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇനി നോക്കുകയാണെങ്കിൽ ഇത് താഴെ ഗൈസ് വീണ്ടും ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമിനെ കൂടി എക്സമേറ്റ് വെച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 കില്ല് നമുക്ക് ഇറങ്ങിയ പാട് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇത് താഴെ ഒരു എനിമിനെ കൂടി സ്പോട്ട് ചെയ്തിട്ടുണ്ട് സ്മില്ലിൻ്റെ ഒരു താഴ്ഭാഗത്ത്. ആ എനിമിയാണെങ്കിൽ ഇത് നമ്മൾ സ്കില്ലൊക്കെ ഇട്ട് നേരെ കയറി ചെന്ന് ബേബി ഷോട്ടിന് വെച്ച് ഒരു പക്ക ഹെഡ് കാര്യങ്ങളൊക്കെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഗൈസ് മില്ലെന്ന് അത്യാവശ്യത്തിന് ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ സിപ്പ് ലൈൻ പിടിച്ച് പീക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗൈസ് ഐ തിങ്ക് ഒരു എനിമി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എനിമി ഉണ്ട് ഗൈസ്. ആ എനിമി ഇങ്ങോട്ട് കയറി വന്നതും M10 വെച്ച് ഒരു പക്ക 1 ടാപ്പ് അടിച്ച് ആ എനിമിനെ അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി പീക്കിൽ വേറെ എനിമീസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഗൈസ് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമിനെ നമ്മളത് എക്സമൈറ്റ് വെച്ച് ഒരു ഡ്രാഗ് അടിച്ചോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ആ എനിമിയാണെങ്കിൽ ദിമിത്രി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എല്ലാവരും ഗൈസ് ഈ ഒരു ക്യാരക്ടർ വെച്ചല്ലേ കളിക്കുന്നത്. എന്തായാലും ആ എനിമി അഗെയിൻ റിവൈവ് ആയി വന്നതും ആ എനിമിയാണെങ്കിൽ നമ്മൾ M10 വെച്ച് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് ഡൗൺ ആക്കി പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷും ചെയ്ത് ടോട്ടൽ 6 കില്ല് നമ്മൾ ഈ ഒരു മാച്ചിൽ എടുത്തിട്ടുണ്ട്. അതെ അടുത്ത എനിമി ഗൈസ്. ഓക്കെ, ഈ ഒരു സൗണ്ട് ഇട്ടിട്ട് അടുത്ത എനിമി വന്നിട്ടുണ്ട്. ഇച്ചാതി കുത്തിപ്പിടി ഗൈസ്. അവൻ നല്ല രീതിയിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. ഗൈസ് ഡൗൺ ആക്കി നമ്മളാണെങ്കിൽ എബിലിറ്റി ഇട്ട് അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് മാറിയിരുന്നു. ഓക്കെ, ആ എനിമിനെ കൂടി പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് ഗ്ലൂവാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇത് ഇവിടെ ഒരു ഓപ്പൺ ഫൈറ്റ് ആണ് ഗൈസ്. ഈ ഒരു ഓപ്പൺ ഫൈറ്റ് എടുക്കുമ്പോഴാണ് ഗ്ലൂവാൾ ഇല്ലാത്തതിൻ്റെ എന്താ പറയുക ലൈക്ക് ആ ഒരു ഡിസഡ്വാൻറ്റേജ് ശരിക്കും അറിയുന്നത്. ഓക്കെ, ആ ഡ്രോപ്പിന്റെ ബാക്കിൽ ഗൈസ് ഒരു എനിമി നിൽക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ നേരെ കയറി ചെന്ന് M10 വെച്ച് അടിക്കാൻ നോക്കി, കൊണ്ടില്ല. ആ ഒരു എനിമിയുടെ കയ്യിലാണെങ്കിൽ SVD ആണ് ഗൈസ്. നല്ല രീതിക്ക് നോക്കി ഇങ്ങോട്ട് ഡാമേജ് വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, M10 എടുത്ത് അങ്ങ് കുത്തി പിടിച്ച് ഗൈസ് ആ എനിമിനെ ഡൗൺ ആക്കി. ഓക്കെ, നമ്മളാണെങ്കിൽ ഇതേ പതിവ് ശീലം പോലെ ഗ്ലൂവാൾ ഉണ്ടെന്ന് വിചാരിച്ച് ഗ്രനേഡൊക്കെയാണ് ഗൈസ് കൈ പിടിക്കുന്നത്. എന്തായാലും ആ എനിമിനെ കൂടി നമ്മളങ്ങ് ഡൗൺ ആക്കി നമ്മൾ സോണിൽ കയറാൻ വേണ്ടി ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ സോണിൽ കയറാൻ വേണ്ടി വേറെ എനിമീസ് ഗൈസ് ട്രിപ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, ആ എനിമീസ് നമ്മളെ കണ്ടിട്ടില്ല. എന്നാലും ആ എനിമീസ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് അടിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പീക്കിൽ വേറെയും ഫൈറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ SVD വെച്ച് ഗൈസ് ഒരുത്തനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഒരുത്തനെ 1 ടാപ്പ് അടിച്ച് ആ എനിമിയുടെ ടീമേറ്റ് കൂടി ഉണ്ട്, അവനെ കൂടി ഗൈസ് 1 ടാപ്പ് അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ SVD വെച്ചത് എഗെയിൻ നോക്കാക്കി പെട്ടെന്ന് തന്നെ ആ ഒരു കില്ലും അങ്ങ് ഫിനിഷ് ചെയ്ത് ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ പീക്കിൽ ഗൈസ് വേറൊരുത്തൻ സോണിൽ നമ്മളെയും വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബോക്സിന്റെ പിറകിലാണെങ്കിൽ ഇത് ഒരുത്തൻ നമ്മളെയും കാത്തു വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് എടുത്താൽ ശരിയാവത്തില്ല. അവൻ ബാക്കിലോട്ട് ഓടുന്നുണ്ട്. സോ നമുക്കും ആദ്യം സോണിൽ കയറിയിട്ട് ഫൈറ്റ് എടുക്കാം. ഓക്കെ, ആ ഒരു എനിമിയാണെങ്കിൽ ഇവിടെ ഇതിന്റെ അകത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഗൈസ് M10 വെച്ച് അടിക്കാൻ നോക്കി. ഓക്കെ, 1 ടാപ്പ് എഗെയിൻ 1 ടാപ്പ്. എൻ്റെ മോനെ യെസ് 2 1 ടാപ്പ് അടിച്ച് ആ ഒരു എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് ടോട്ടൽ 12 കില്ല് നമ്മൾ ഈ ഒരു മാച്ചിൽ എടുത്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഗൈസ് ടോപ്പ് 7 എത്തിയിട്ടുണ്ട്. ഇനി ഐ തിങ്ക് 1-2 സ്കോഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ ഒരു വീട്ടിനകത്ത് ഒരു തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എനിമിനെ നമുക്ക് അടിച്ചിടാൻ പറ്റുമല്ലോ നോക്കി നോക്കാം. ഓക്കെ, ഗൈസ് ആ എനിമിയുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് റഷ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ആ എനിമിനെ കയറി ചെന്ന് ക്ലോസ് റേഞ്ചിൽ ഒരു 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ എനിമിനെ ഫിനിഷ് ചെയ്യാൻ നോക്കിയെങ്കിലും ആ എനിമിയുടെ ടീമേറ്റ് ഇത് അടുത്തവൻ വരുന്നു ഗൈസ്. അടുത്തത് പുല്ലിട്ട് വരുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ പെട്ട അവസ്ഥയാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഗ്ലൂ ആളും ഇല്ല. ഇത് മുമ്പിൽ വേറൊരു എനിമി ഗൈസ്. ആ എനിമിനെ കൂടി 1 ടാപ്പ് അടിച്ച് ഡൗൺ ആക്കി. അയ്യോ, ഫ്രണ്ടിൽ എനിമി ബാക്കിൽ എനിമി തീർന്ന്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ഒറ്റ ഗ്ലൂ ആൾ പോലും ഇല്ല. എഗെയിൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ് നമ്മൾ വീണ്ടും ഒരു സോളോ VS സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ നമ്മൾ ടോപ്പ് 4 വരെ എത്തി. സോ ഈ ഒരു മാച്ചിൽ നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് എത്തി നമുക്ക് ബൂയി അടിക്കാൻ പറ്റുമല്ലോ നോക്കി നോക്കാം. ഈ ഒരു മാച്ചിൽ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് 1 ടാപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് M80 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലോങ് റേഞ്ചിന് XM8 കിട്ടിയിട്ടുണ്ട്. പീക്കിൽ ഒരു സ്ക്വാഡ് ഇറങ്ങിയായിരുന്നു ഗൈസ്. നമ്മൾ സ്കാൻ വാച്ചിൽ ഒരു സ്ക്വാഡിനെ കണ്ടായിരുന്നു. 1-2 സ്ക്വാഡ് ഉണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ, ഇതെവിടെ വുഡ് പെക്കർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലൊരു എനിമി, ആ എനിമിനാണെങ്കിൽ നമ്മൾ വുഡ് പെക്കർ വെച്ച് അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ആ എനിമിയുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു. അവനെ കൂടി ഗൈസ് ഒരു 1 ടാപ്പ് എടുത്ത് ഡൗൺ ആക്കി. ഇത് വേറൊരു എനിമിനെ കൂടി 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരുത്തനെ കൂടി ഗൈസ് നമ്മൾ ഫ്രണ്ടിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമി എന്തായാലും ഇങ്ങോട്ട് കയറി വരുന്ന ടൈമിൽ അടിക്കാന്ന് വിചാരിച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ എനിമി ഇതേ പറഞ്ഞ പോലെ കയറി വന്നതും അവനെ കൂടി ഗൈസ് നമ്മൾ 1 ടാപ്പ് കാര്യങ്ങൾ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് പീക്കിൽ ഇറങ്ങിയ പാടെ ഗൈസ് 4 കില്ല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വേറെ എനിമീസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ബ്ലൂ സോൺ ആണ്, അത്യാവശ്യത്തിന് ലൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ആയിട്ട് വേറെ എനിമീസിനെ തേടി പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതേ പോച്ചിനോക്കിലോട്ട് വന്നേക്കാണ്. നമ്മൾ ഹിറ്റ് ലിസ്റ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ടിൽ ഗൈസ് നമ്മുടെ ആ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത എനിമി ഐ തിങ്ക് വേറെ ഫൈറ്റിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഓപ്പണിലൊന്നും ഫൈറ്റ് എടുക്കണ്ട, നമ്മുടെ കയ്യിൽ ഗ്ലൂ വാൾ കാര്യങ്ങളൊന്നുമില്ല. സോ നമുക്ക് കവർ എടുത്ത് കളിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറിയേക്കാണ്. നോക്കുമ്പോൾ ലോങ് എന്നൊക്കെ വേറെ ഏതൊക്കെ എനിമീസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ നൈസിൽ ഇവിടുന്ന് നോക്കായി കിടക്കുന്ന എനിമീസിനെയൊക്കെ പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്ത് കില്ലെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, നോക്കുമ്പോൾ ആ ലോങ്ങിൽ ഗൈസ് ആ ഒരു മരത്തിന്റെ ബാക്കിലാണെങ്കിൽ ഇത് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ എനിമി ആണെങ്കിൽ ഇത് ബാക്കിലോട്ട് ഓടിപ്പോകുന്ന ടൈമിൽ നമ്മൾ വുഡ് പെക്കർ വെച്ച് ഡൗൺ ആക്കി. ആ എനിമി ദിമിത്രി ഇട്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ഗൈസ് ആ എനിമിനെ കാണാൻ പറ്റുന്നുണ്ട്. സോ പെട്ടെന്ന് ആ എനിമിനെ കൂടി അങ്ങ് ഫിനിഷ് ചെയ്ത് ടോട്ടൽ 6 കില്ല് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഈ ഒരു മാച്ചിൽ. ഇനി നോക്കുകയാണെങ്കിൽ വേറെ എനിമീസ് ഇതെവിടെ വണ്ടിയിൽ കുറേ പേര് പോകുന്നുണ്ട്. ഒരുത്തൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, വുഡ് പെക്കർ വെച്ച് അടിച്ച് കൊണ്ടില്ല. എഗെയിൻ നമ്മളിത് M80 വെച്ച് ഗൈസ് ആ എനിമിനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. ഗൈസ് കുറേ പേര് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. മിക്കവാറും ഈ ഒരു വണ്ടി പോകുന്നവർ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ വണ്ടി പോകുന്നവർ പണി തരും. കാരണം നമ്മുടെ കയ്യിലാണ് ഈ ഗ്ലൂ വാൾ പോലും ഇല്ല ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതേ മുമ്പിൽ ഗൈസ് ഒരു ജീപ്പ് കുറേ നേരമായി പോകുന്നുണ്ട്. നമ്മൾ ആ എനിമിനെ അടിക്കാൻ നോക്കിയെങ്കിലും ഒന്നും തന്നെ നേരമാണ് കണക്ട് ചെയ്യുന്നില്ല. നമ്മളിത് ഒരു സ്കാനർ യൂസ് ചെയ്തപ്പോൾ ബാക്കിൽ ഗൈസ് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ എനിമിനെ അങ്ങ് അടിച്ചിടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി നോക്കിയപ്പോൾ ഗൈസ് ഒരു എനിമി നമ്മുടെ ഫ്രണ്ടിലോട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ, ആ എനിമിനെ നമ്മൾ വുഡ് പെക്കർ വെച്ച് ഒരു 1 ടാപ്പ് അടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, 1 ടാപ്പ് അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഗൈസ് ആ എനിമിനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ നേരെ നമ്മൾ ഭീമാശക്തി സ്ട്രിപ്പിലോട്ട് വന്നേക്കാണ്. ഓക്കെ, ഇവിടുന്ന് അതേ നമ്മളൊരു ഹിൽ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രണ്ടിൽ ഗൈസ് ഒരു എനിമി നെറ്റ് പോയി നിൽക്കുന്നുണ്ട്. ആ ഒരു എനിമിനാണെങ്കിൽ നമ്മൾ സ്കോപ്പ് ചെയ്ത് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് ഡൗൺ ആക്കി. നമ്മൾ ഹിറ്റ് ലിസ്റ്റ് എടുത്ത പ്ലെയർ ഗൈസ് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, പീക്കിന്റെ ആ ഒരു ഭാഗത്താണ് ആ ഒരു എനിമിനെ മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു എനിമിനെ തേടി നമ്മൾ പയ്യെ സോണിലും കയറി ഗൈസ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു കവറിൽ നിന്നുകൊണ്ട് അവരെ അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അവരിങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിരുന്ന ടൈമിൽ അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് മുമ്പിലൊരു എനിമിനെ സ്പോട്ട് ചെയ്ത് നമ്മൾ വുഡ് പെക്കർ വെച്ച് ഗൈസ് ആ ഒരു എനിമിനെ അടിച്ചിട്ട് ഈ ഒരു ഇറങ്ങി വരുന്നതാണ് ആ ഒരു ഹിറ്റ് ലിസ്റ്റ് സ്കോഡ് എന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്കിത് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ആൾറെഡി സോണിൽ അത്യാവശ്യം നല്ല കവറുള്ള ഒരു സ്ഥലത്താണ്. ഓക്കെ, അവരിത് ഇറങ്ങി വരുന്ന ടൈമിൽ നമ്മളാണെങ്കിൽ വുഡ് പെക്കർ വെച്ച് മാക്സിമം നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. മിക്കവാറും ഗൈസ് ലാസ്റ്റ് സോൺ നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. ഓ, പറഞ്ഞ പോലെ തന്നെ ഗൈസ് ലാസ്റ്റ് സോൺ ഓപ്പണിലാണ് വന്നേക്കുന്നത്. നമ്മൾ നോ ഗ്ലൂ വാൾ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ടഫ് ആയിരിക്കും ലാസ്റ്റ് സോണിൽ ഫൈറ്റ് എടുക്കാൻ. ഓക്കെ, അത് മുമ്പിലൊരു എനിമിനെ സ്പോട്ട് ചെയ്തപ്പോൾ ഗൈസ് ആ ഒരു എനിമിനെയാണെങ്കിൽ നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ട് വുഡ് പെക്കർ വെച്ചിട്ട്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഗൈസ് ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് സ്കോഡിനെ നമുക്ക് അടിക്കാം. കാരണം നമുക്ക് ലാസ്റ്റ് സോൺ കയറണമെങ്കിൽ ഗൈസ് നല്ല സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലൂടെയാണ്. ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് സ്കോഡ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തൂടെ കയറാനാണ് സേഫ്. കാരണം നമ്മുടെ കയ്യിൽ ഗ്ലൂ വാളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും പണി ഇട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ഒരു എയർ ഡ്രോപ്പിന്റെ ബാക്കിൽ ഗൈസ് ഒരു എനിമി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയാണെങ്കിൽ നമ്മൾ വുഡ് പെക്കർ വെച്ച് അടിച്ച്. ഇനി നോക്കുകയാണെങ്കിൽ അവരുടെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഇതേ മുകളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗൈസ് എങ്ങനെയും ആ എനിമിനെ കൂടി നമുക്ക് ഈ ഒരു ആൾറെഡി ഇട്ട ഗ്ലൂ വാളിന്റെ കവർ എടുത്തിട്ട് ഗൈസ് ആ എനിമിനെ കൂടി അടിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം. ഫുൾ ഓപ്പൺ ആണ് ഗൈസ്. വേറൊരു എനിമി തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്ന്. ഓക്കെ, എന്തായാലും ഫ്രണ്ടുള്ള എനിമിനെ ഗൈസ് നമുക്ക് കയറി അങ്ങ് അടിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം. M80 വെച്ച് ഒരു ഷോട്ട് കൊടുത്ത് കണക്റ്റ് ആയില്ല. സെക്കൻഡ് ഷോട്ട് ഗൈസ് വുഡ് പെക്കർ വെച്ച് ഒരു 1 ടാപ്പ് കൊടുത്ത് ഇതേ വേറൊരു എനിമി ലാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനിമിനാണെങ്കിൽ നമ്മൾ ഹെഡ് ഷോട്ട് കൊടുത്തെങ്കിലും നമുക്ക് കില്ലെടുക്കാൻ പറ്റിയില്ല. ഇനി നോക്കുകയാണെങ്കിൽ ഗൈസ് വെറും 6 പേരേ ഉള്ളൂ. സോ ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പോയി അടിക്കാം. ഓക്കെ, നമ്മളെ ഗൈസ് ഇവിടെ ഒരു എനിമി വെക്കുന്നുണ്ടോ? ഇത് ഒരു എനിമി ഗൈസ് ബാക്കിൽ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ട്. കയറി ചെന്ന് M80 വെച്ച് അടിച്ച് കൊണ്ടില്ല. നല്ല രീതിക്ക് ഡാമേജ് 20 HP. ഓക്കെ ഗൈസ് തീർന്നെന്ന് വിചാരിച്ചിട്ടോ. നല്ല രീതിക്ക് ഡാമേജ് തന്നെ ആ ഒരു എനിമി. എന്തായാലും ഇനി വെറും 4 പേരെ ബാക്കിയുള്ളൂ. ബെസ്റ്റ്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, ഈ ഒരു ആയിട്ട് നമുക്ക് ഭൂയാശാപുള്ള പോലെ. എന്തായാലും ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നല്ല ഫ്രീ ഫയർ എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ മികച്ചൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.